താനൂർ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിൽ കാണാനും കേൾക്കാനുമായി താനൂർ MLA PK നവാസ് ഹാർബറിലെത്തി. തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങൾ MLAയുമായി പങ്കുവച്ചു. മത്സ്യത്തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി MLA ആശയവിനിമയം നടത്തി. ഹാർബറിൽ പുലിമുട്ടിന്റെ വടക്കോട്ടുള്ള ഭാഗം നീട്ടണം, ജെട്ടിയുടെ വലതും ഇടതും ഭാഗങ്ങൾ നീട്ടി സ്ഥാപിക്കണം, തെക്ക് വടക്ക് ഭാഗം വലയിറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കണം, അപകടത്തിൽപ്പെടുന്ന തോണികൾ റിപ്പയർ ചെയ്യാൻ മണ്ണിട്ട സ്ഥലം വേണം, മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ MLAയോട് പങ്കുവച്ചത്. പരാതികളെല്ലാം കേട്ട MLA അവയ്ക്ക് ആവശ്യമായ പരിഹാര നടപടികളും വിശദീകരിച്ചു. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടാവും, തർക്കമൊന്നുമില്ല. എല്ലാ കാര്യം കൂടിയും 1-2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ നിങ്ങളുടെ മോഹനസുന്ദര വാഗ്ദാനം നൽകി പെടുന്ന പോയി നിങ്ങളെല്ലാം കൈയടിച്ച് സന്തോഷത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പറയാൻ കഴിയുന്നത് ചെയ്യാം. അതാണ് നമ്മുടെ ഒരു പോളിസി. അതിന്റെ ഭാഗമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പുലിമൂടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പുലിമൂടുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. 2, വാർപ്പിന്റെ ജെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. ഈ തോണിക്കാർക്ക് ഉള്ള ഒരു സൗകര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പെട്രോൾ പമ്പിന്റെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ബാത്റൂം ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു. ചെറിയ ജെട്ടിക്ക് മേൽക്കൂര വേണം എന്ന കാര്യം പറഞ്ഞു. വലകൾ ഇറക്കാൻ ഫിംഗർ ജെട്ടി വേണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്, മാലിന്യം, ഇരിപ്പിടം, അവിടുത്തെ ഷോപ്പ് ചേഞ്ച് ചെയ്യേണ്ടത്, HMC കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികൾ. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഷ്റഫ് ബദറും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.